ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പിറവം സ്വദേശി മുകേഷ് തങ്കപ്പന് കനിവ് തേടി കുടുംബം. സ്വകാര്യ ആശുപത്രി ICUവിൽ കഴിയുന്ന ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ഏകദേശം 50 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സുമനസുകളുടെ സഹായമില്ലാതെ ചികിത്സ തുടരാനാകാത്ത അവസ്ഥയായതിനാൽ മുകേഷിന്റെ ചികിത്സാർത്ഥം സഹായനിധിക്കായി പിറവത്തെ കമ്മിറ്റി രൂപീകരിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭ 22ാം ഡിവിഷനിലെ മുൻ കൗൺസിലർ കളമ്പൂർ ഐക്കരേത്ത് മുകേഷ് തങ്കപ്പനാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. രാജഗിരി ആശുപത്രി ICUവിൽ കഴിയുന്ന ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് ഏകദേശം 50 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇടയാർ MPIയിലെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം അസുഖബാധിതനായത്. 1 വയസ്സുള്ള കുട്ടിയും ഭാര്യയും രോഗശയ്യയിലുള്ള മാതാപിതാക്കളും അടങ്ങുന്നതാണ് മുകേഷിന്റെ കുടുംബം. നമ്മൾ ഇത്രയും ചികിത്സയ്ക്ക് ഫണ്ട് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന ചോദ്യം ചോദിച്ചതാണ്. നിലവിൽ അവിടെ നിന്ന് മാറ്റുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഒരു നല്ല ഫണ്ട് പിരിക്കാൻ സാധിക്കും. ആ വാർഡ് കേന്ദ്രീകരിച്ചും നമുക്ക് ടൗൺ കേന്ദ്രീകരിച്ചും നമ്മുടെ ബന്ധങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു ഫണ്ട് നമ്മൾ രൂപീകരിക്കണം. സുമനസുകളുടെ സഹായമില്ലാതെ ചികിത്സ തുടരാനാകാത്ത അവസ്ഥയാണ് നിലവിൽ. MLA അനൂപ് ജേക്കബ്, നഗരസഭാ ഉപാധ്യക്ഷൻ KP സലീം, കൗൺസിലർ തോമസ് മല്ലിപ്പുറം എന്നിവരുടെയും ചെയർമാനായി നഗരസഭാധ്യക്ഷ ജൂലി സാബു, കൺവീനർ രാജു പാണാലിക്കൽ, ട്രഷറർ ഡോക്ടർ അജേഷ് മനോഹർ എന്നിവരും ചേർന്ന് മുകേഷ് തങ്കപ്പൻ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ പിറവം യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചു. സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. ഇവിടെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിൻ്റെയും ചെയർപേഴ്സൻ്റെയും പേരിൽ സംയുക്തമായ ഒരു അക്കൗണ്ട് നമുക്ക് അത് നാളെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഇനിഷ്യൽ വർക്കിലേക്ക് നമുക്ക് നീങ്ങാം. ഇപ്പോൾ ടാർഗറ്റ് എന്ന് പറയാൻ എത്ര വേണം എന്നൊരു ചിന്ത നമ്മൾ വെക്കണം. 30 പറഞ്ഞിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു എമൗണ്ടാണ്. അത് നമ്മൾ കൂടുതൽ വെക്കണമോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു. ടാർഗറ്റ് വേണം. നമ്മൾ വെറുതെ ഇങ്ങനെ ബ്ലണ്ടായിട്ട് പോകാൻ കഴിയില്ല. 7-ാം തീയതി നമ്മുടെ ടൗണിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്നതിന്, പിന്നെ 8-9 തീയതികളിൽ സ്വന്തം വാർഡുകളിൽ നമ്മുടെ പിറവം നഗരസഭയുടെ 27 വാർഡുകൾക്ക് അതാത് കൗൺസിലേഴ്സും മുൻ കൗൺസിലേഴ്സും അവിടെയുള്ള മറ്റ് പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ ചേർന്ന് ഫണ്ട് പിരിക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.